ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്ക്ലി കമ്മോഡിറ്റി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ ആഴ്ച വലിയ സെൽ ഓഫ് ആണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ അയൺ ഓർ, ഈ രണ്ട് കമ്മോഡിറ്റികൾ ഒഴികെ മറ്റെല്ലാ കമ്മോഡിറ്റികളിലും കണ്ടിട്ടുള്ളത്. ഗോൾഡ് ഈ ആഴ്ച അറൗണ്ട് 10.51% വീക്കിലി ലോസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം മന്ത്ലി ലോസ് നോക്കുകയാണെങ്കിൽ 14.93% ഈ ആഴ്ചയിലത്തെ 10.51% ലോസ് 43 വർഷത്തെ ഹയസ്റ്റ് ലോസ് ആണ്. 1983 ശേഷമാണ് ഇത്തരത്തിലുള്ള വീക്കിലി ലോസ് കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ധാരാളം റീസൺസ് ഉണ്ട് ഇത്തരത്തിലുള്ള ഗോൾഡിലത്തെ സെൽ ഓഫിന്. ഒന്ന്, ETF ലാറ്റിൻ അമേരിക്കയിൽ വലിയ രീതിയിൽ ഗോൾഡ് സെൽ ഓഫ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ US ഫെഡിന്റെ ഡിസിഷനിൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ US ഡോളർ മറ്റ് കറൻസികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതി പടർത്തിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വാർ സിറ്റുവേഷനിലൊക്കെ ഗോൾഡാണ് സേഫ് ഹവൻ അസറ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യാറ്. പക്ഷേ ഇപ്പോഴത്തെ വാറിൽ വലിയ രീതിയിലുള്ള ക്യാഷ് ക്രഞ്ച് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഗോൾഡ് പ്രൈസ് ഒക്കെ ഓൾ ടൈം ഹൈ ലെവലിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗോൾഡൊക്കെ സെൽ ഓഫ് ചെയ്തുകൊണ്ട് ക്യാഷ് കീപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇൻവെസ്റ്റേഴ്സ് മാറിയിരുന്നു. ഇത്തരത്തിലുള്ള റീസൺസ് ആണ് ഗോൾഡിൽ വലിയ രീതിയിലുള്ള ഒരു ഫാളിന് കാരണമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ബൈ ചെയ്തിരുന്നത് സെൻട്രൽ ബാങ്കുകളായിരുന്നു. അതോടൊപ്പം തന്നെ ETF-കളും സെൻട്രൽ ബാങ്കുകളും വലിയ രീതിയിൽ ഇപ്പോഴും ഗോൾഡ് വാങ്ങുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഗോൾഡ് പ്രൈസിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫിനുള്ള കാരണമായിട്ടുള്ളത്. നമ്മൾ ഈ ആഴ്ചയിലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 10.51% ഫാൾ എന്ന് പറയുമ്പോൾ വലിയൊരു ഫോളാണ് ഗോൾഡിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരുന്ന $5017.7 പെർ ഔൺസ് ആയിരുന്നു. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന $4490.2 പെർ ഔൺസ് ആണ്. $527.5 ഒരാഴ്ച താഴെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗോൾഡ് ജുവലേഴ്സിനെ സംബന്ധിച്ച് സ്റ്റോക്കൊക്കെ ഹയർ ലെവലിൽ എടുത്തിട്ടുള്ള ജുവലേഴ്സിനെ സംബന്ധിച്ച് സ്വല്പം നെഗറ്റീവ് ന്യൂസാണ്. അതേസമയം പുട്ട് ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെൽ ചെയ്തുകൊണ്ട് ഹെഡ്ജ് ചെയ്തിട്ടുള്ള ജുവലേഴ്സിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമല്ല. ഇപ്പോഴത്തെ ടെക്നിക്കൽ ലെവലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡും വീണ്ടും താഴെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. 100-day മൂവിങ് ആവറേജിന് താഴെയാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അതൊരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. 100-day മൂവിങ് ആവറേജിന് ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് ഗോൾഡ് താഴെ വരുന്നത് 4577.45 ആയിരുന്നു 100-day മൂവിങ് ആവറേജ്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് $4490.2 പെർ ഔൺസ് ആണ്. അപ്പോൾ ഒരുപക്ഷെ ഗോൾഡ് വീണ്ടും $4000 പെർ ഔൺസ് വരെയൊക്കെ താഴെ വരാനുള്ള സാധ്യതകളുണ്ട്. വാർ നീണ്ടു പോവുക, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിൽ ബൈ ചെയ്യാതിരിക്കുക, US ഡോളർ വീണ്ടും മറ്റ് കറൻസികൾക്ക് അഗൻസ്റ്റ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ് ഗോൾഡിനെ വീണ്ടും ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഒരു കൺസോൾട്ടേഷൻ മോഡൊക്കെ വന്നേക്കാം. അല്ലാത്ത പക്ഷം അടുത്ത ആഴ്ചയിലും ഗോൾഡ് ഒരു വീക്ക് സെന്റിമെന്റ് കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സിൽവറിന്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു വീക്ക് സെന്റിമെന്റ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗോൾഡിനേക്കാളും കൂടുതൽ വൊളാറ്റിലിറ്റി ഒരുപക്ഷെ സിൽവർ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കമോഡിറ്റികളിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ കമോഡിറ്റികൾ ഡീൽ ചെയ്യുന്ന ജുവലേഴ്സ് വളരെ കോഷ്യസ് ആവണം. വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ വീണ്ടും സിൽവറിലും അതുപോലെ തന്നെ ഗോൾഡിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കമോഡിറ്റികൾ എന്ന് പറയുന്നത് ബ്രന്റ് ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ അയൺ ഓറാണ്. അയൺ ഓർ വലിയ രീതിയിലാണ് ചൈന ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ട് കൺട്രോളൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സിൽവറിന്റെ കാര്യത്തിൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ 790 ടൺ സിൽവർ ചൈന ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ മാർക്കറ്റിലില്ല. മറിച്ച് മാർക്കറ്റ് പൊതുവെ ഒരു ഗ്ലോബൽ സെന്റിമെന്റിനോടൊപ്പമാണ് സിൽവർ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് കമോഡിറ്റികളിലും ട്രേഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഈ കമോഡിറ്റികളും ഡീൽ ചെയ്യുന്ന ജുവലേഴ്സിനെ സംബന്ധിച്ച്
വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ട ദിവസങ്ങളാണ്. അതേസമയം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗോൾഡിന്റെ പ്രൈസ് ട്രെൻഡ് ഇൻഡാക്റ്റ് തന്നെയാണ്. എന്നിരുന്നാലും ഷോർട്ട് ടു മീഡിയം ടൈമിൽ നല്ല വോളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. അപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡോളർ ടൈംസിൽ നോക്കുകയാണെങ്കിൽ $4,490.2 പെർ ഔൺസിനാണ് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ $4,000 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നേക്കാം. ഈ മാസം അതായത് ഫെബ്രുവരി എൻഡ് ചെയ്യുമ്പോഴത്തെ പ്രൈസും ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 14.93% ഗോൾഡ് പ്രൈസിൽ കുറവ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി എൻഡിൽ 90.95 ആയിരുന്നു. ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ 93.34 2.89% ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 14.93 നിന്ന് 2.89% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഇമ്പാക്റ്റ് അതാണ് ഇന്ത്യയിലത്തെ ഗോൾഡ് പ്രൈസിലുണ്ടായിട്ടുള്ളത്. ഇനി വീക്കിലി നോക്കുകയാണെങ്കിൽ വീക്കിലി പ്രൈസിൻ്റെ കാര്യത്തിലും അങ്ങനെ നോക്കുകയാണെങ്കിലും അത്തരത്തിലുള്ളൊരു കുറവ് തന്നെയാണ് ഗോൾഡിൻ്റെ നെറ്റ് ഇമ്പാക്റ്റ് വരാൻ പോകുന്നത്. അറൗണ്ട് 7.62% നമ്മൾ റുപ്പി ഡിപ്രീസിയേഷൻ കണക്കിലെടുത്താൽ ഇന്റർനാഷണൽ പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഇന്ത്യൻ പ്രൈസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇന്റർനാഷണൽ പ്രൈസും ഇന്ത്യൻ പ്രൈസും അതുപോലെ തന്നെ കറൻസി ഡിപ്രീസിയേഷനും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഇമ്പാക്റ്റ് ഈ ആഴ്ചയിൽ 7.62% ഫാളാണ് ഇന്ത്യയിൽ റുപ്പി ടൈംസിൽ ഗോൾഡ് പ്രൈസിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് വളരെ ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ഘടകം തന്നെയാണ് റുപ്പിയുടെ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും ഒക്കെ. അപ്പോൾ ഗോൾഡ് ജുവലേഴ്സ് അതുപോലെ തന്നെ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് കറൻസി മൂവ്മെൻറ്റും കൂടി ഒന്ന് വാച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. വലിയ രീതിയിൽ വീണ്ടും കറൻസി ഫാൾ ചെയ്യാനുള്ള ചാൻസസ് ഒന്നുമില്ല. എന്നിരുന്നാലും ഇറാൻ, ഇസ്രായേൽ അതുപോലെ തന്നെ അമേരിക്ക സംഘർഷം വലിയ രീതിയിൽ വീണ്ടും വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡും വീണ്ടും താഴെ പോയേക്കാം, ഇന്ത്യൻ റുപ്പിയും താഴെ പോയേക്കാം. ഓൾറെഡി ഇറാനിൽ നിന്നുള്ള ആക്രമണത്തിൻ്റെ ബലമായിട്ട് ഖത്തറിൽ നിന്നുള്ള LNG എക്സ്പോർട്ട്സ് ഒക്കെ അടുത്ത 5 വർഷത്തേക്ക് കുറവായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയും ഇത്തരത്തിൽ എക്സ്പോർട്ടിൽ അതായത് ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് LNG. അതുകൊണ്ട് തന്നെ ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവ് ന്യൂസ് തന്നെയാണ് ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ. അപ്പോൾ റുപ്പിയുടെ കാര്യത്തിലും ഒരു പ്രഷറൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഗോൾഡിലും സിൽവറിലും മറ്റു കമോഡിറ്റികളിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് റുപ്പിയുടെ മൂവ്മെൻറ്റും വാച്ച് ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ ന്യൂസ് ഫ്ലോസ്, കമോഡിറ്റി ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വീക്ക് സെന്റിമെന്റ് ആണ്. അതേസമയം US പ്രസിഡന്റ് ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഇറാൻ, ഇസ്രായേൽ, US സംഘർഷത്തിൽ നിന്ന് ഒരുപക്ഷെ അമേരിക്ക പതുക്കെ പിൻവാങ്ങിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ഈ റിപ്പോർട്ട് ശരിയാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അദ്ദേഹത്തിന്റെ കാര്യമായ കാരണം അദ്ദേഹം മാറ്റി പറഞ്ഞേക്കാം. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിന് ശേഷം അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതൊരു പോസിറ്റീവ് സെന്റിമെന്റിന് കാരണമായേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഗോൾഡിലും ഒരു റീബൗണ്ട് ഒരുപക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്നിരുന്നാലും ഗോൾഡിന്റെ കാര്യത്തിൽ ഒരു കോഷൻ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് കമോഡിറ്റി മാർക്കറ്റിലും അടുത്ത ആഴ്ചയിൽ മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കമോഡിറ്റി വീക്ക് നെക്സ്റ്റ് വീക്കിലും ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി കമോഡിറ്റി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.